ഹമാസ് ഭീകരർക്കെതിരെ ആക്രമണം രൂക്ഷമാക്കിയ ഇസ്രയേലി സേന ഗാസ സിറ്റിയുടെ ഹൃദയഭാഗത്ത് എത്തിയതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖല ഒന്നൊന്നായി ഇസ്രയേലി സേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം തകർത്തു തുടങ്ങി. ഗാസയിൽ കടന്നുകയറി നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ 130 തുരങ്കമുഖങ്ങൾ തകർത്തെന്നും ഹമാസിന്റെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രം മേധാവിയെ വധിച്ചെന്നും IDF അറിയിച്ചു. ഗാസ മുനമ്പിലെ തെക്കും വടക്കുമായി വിഭജിച്ച് സൈന്യത്തെ വിന്യസിച്ച ഇസ്രയേൽ കഴിഞ്ഞ ദിവസമാണ് ഗാസ സിറ്റി പൂർണ്ണമായി വളഞ്ഞത്. ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ 240 പേരെ വിട്ടയക്കാതെ ഇന്ധന വിതരണമോ വെടിനിർത്തലോ ഉണ്ടാകില്ലെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചു. യുദ്ധത്തിനുശേഷം ഗാസയുടെ സുരക്ഷ പൂർണ്ണമായി ഇസ്രയേൽ സൈന്യം ഏറ്റെടുക്കുമെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന US തള്ളി. ഹമാസ് ഭീകരർക്കെതിരായ സൈനിക നീക്കത്തിന്റെ പേരിൽ ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുകയെന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്ന് US ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് പറഞ്ഞു.